വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. കൊട്ടിയൂരിലേക്ക് പോകുന്ന ഈ ചുരം ഉണ്ടല്ലോ, അതായത് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ചുരം, ഈ ചുരമാണ് കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ചുരം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ചുരത്തിൽ നല്ല കോട ഇറങ്ങിയിട്ട് നമുക്ക് ഫ്രണ്ടിലുള്ളത് പോലെ എന്താണെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാവാം കൊട്ടിയൂരിൽ ഇപ്പോഴത്തെ തിരക്ക് കാരണം നമുക്ക് ടീമിൽ ആരെയും മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ടീം കോർഡിനേറ്ററുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഗൈസ് ഈ ബ്ലൂ തൊപ്പിയും അതുപോലെ തന്നെ ഈ ടാഗും. ഇത് എഫക്റ്റീവ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ വൻ എഫക്റ്റീവ് ആയിരുന്നു. കാരണം അത്രയും തിരക്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്നവരെ നമുക്ക് ഈ തൊപ്പി വെച്ച് സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കേട്ടോ കൊട്ടിയൂര്. അവിടെയും ഈ മലയും പുഴയും ഒക്കെ തന്നെയാട്ടോ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അവിടുത്തെ കല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഏത് കല്ലെടുത്ത് കൂട്ടി വരച്ചാലും ഇതുപോലെ ചന്ദനം പോലുള്ള കുറി നമുക്ക് കിട്ടും. ഇതാണ് 4 ഭാഗത്താൽ വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം. എന്തുകൊണ്ടോ ഞങ്ങൾ പോയ ദിവസം അവിടെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. പിന്നെ മഴയും നമ്മളെ കാര്യമായിട്ട് ശല്യപ്പെടുത്താൻ വന്നു. കൊട്ടിയൂർ തന്നെ 2 കാവുണ്ട്, അക്കരക്കാവും ഇക്കരക്കാവും. ഇക്കരക്കാവിൽ തൊഴുതിനു ശേഷം ഞങ്ങൾ അക്കരക്കാവിലോട്ട് നടന്നു. അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാനുണ്ടെങ്കിൽ പോലും ആ വെള്ളത്തിലൂടെയും അതിന്റെ ഒഴുക്കിലൂടെയുള്ള നടത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 കാവുകളിൽ നിന്ന് നമുക്ക് അന്നദാനം കിട്ടും. ഞങ്ങള് അക്കരക്കാവിൽ നിന്നാണ് അന്നദാനം കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസിനൊക്കെ ഇറങ്ങി. ഇതാണ് കൊട്ടിയൂർ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഓടപ്പൂവ്. ഇത് മുളയിൽ നിന്നാട്ടോ ഉണ്ടാക്കുന്നത്. കൊട്ടിയൂരിൽ എക്സ്പ്ലോറിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പറശ്ശിനിക്കടവിലോട്ടാണ്. എത്തിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കണ്ണൂർ സ്പെഷ്യൽ ലൊട്ടക്കച്ചീനെ പറ്റിയ. അത് കഴിക്കാനായി ഓടിപ്പോയപ്പോഴാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഗൈസ്. 6:30 അവിടെ അടയ്ക്കുമായിരുന്നു. നമ്മൾ 6:45 അവിടെ എത്തിയത്. അങ്ങനെ പറശ്ശിനിക്കടവിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള തീർത്ഥാടനവും സക്സസ്ഫുൾ ആയി തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നാളെയും തീർത്ഥാടനമാണെന്ന്. അല്ല, നമ്മുടെ തീർത്ഥാടനമേ ഇവിടെ തീർന്നിരിക്കുകയാണ്.